PCOD കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇൻഫെർട്ടിലിറ്റി തന്നെയാണ്. ഒരു ശരീരത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇൻഫെർട്ടിലിറ്റി എന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന കുറച്ച് ശീലങ്ങളുണ്ട്. അത് എന്തൊക്കെയാ നമുക്കൊന്ന് നോക്കാം. ഒരാളെ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയിലേക്ക് തള്ളിവിടുന്ന 5 ശീലങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ആ 5 ശീലങ്ങൾ എന്താന്ന് നമുക്കൊന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് കൂടുതലുള്ള ആളുകളിൽ, പുരുഷന്മാരിൽ ബീജത്തിന്റെ ക്വാണ്ടിറ്റി കുറയാനും സ്പേം കൗണ്ടിൽ വ്യത്യാസം വരാനും സ്ത്രീകളിൽ ഫ്രീക്വന്റ് ആയി അബോർഷൻ വരാനും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് സ്മോക്കിംഗ് എന്ന ശീലത്തെ കൃത്യമായിട്ട് നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. ഈ മദ്യപാനം കൂടുതലായിട്ടുള്ള ആളുകളിൽ പുരുഷന്മാരിൽ സ്പേമിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്പേമിന്റെ ചലനശേഷിയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഓവുലേഷൻ കൃത്യമായി നടക്കാതെ വരികയും ചെയ്യുന്നു. അതുപോലെ കൂടുതലായിട്ട് കോഫി, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളിലും മുൻപ് പറഞ്ഞ പോലെ തന്നെ സ്പേമിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഗണ്യമായ മാറ്റം സംഭവിക്കുകയും സ്ത്രീകളുടെ ഓവുലേഷനെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നാലാമത്തത്, നമ്മൾ ഹൈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുകയും പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണത്തെ സ്കിപ്പ് ചെയ്യുകയും അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നതും വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഒരു ശീലമാണ്. ഇനി 5ാമത്തെ ശീലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ഒരിക്കലും വന്ധ്യതയുള്ള ആളുകൾ ഒരിക്കലും ഭയങ്കര ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക. പകരം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് വീക്കിലി ഒരു 5 ദിവസമെങ്കിലും നമ്മൾ റെഗുലറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 5 ശീലങ്ങൾ വന്ധ്യത ഫേസ് ചെയ്യുന്ന കപ്പിൾസ് ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമാണ്.